മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഏപ്രിൽ 19 3 വർഷമായി നമ്മുടെ എൽ റുഹ ധ്യാന കേന്ദ്രം വെഞ്ചരിച്ച് ആശീർവദിച്ച് വിശദീകരിച്ച് പ്രത്യേകമായി ഈ ലോകത്തിന് സമർപ്പിച്ചിട്ട് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ സെൻറ്ററിനെ നിങ്ങൾ മറ്റ് സെൻറ്ററുകളായിട്ട് ഒരിക്കലും കമ്പാരിസൺ നടത്തരുത്. കാരണം ഇത് ഒരു മിഷൻ സ്റ്റേഷനിലുള്ളൊരു സെൻറ്ററാണ്. പെട്ടെന്ന് ബുദ്ധിയും ബോധമുള്ള ആരും തന്നെ ഇങ്ങനെയൊരു ധ്യാന കേന്ദ്രം ഇങ്ങനെയൊരു സ്ഥലത്ത് പണിത് ഉയർത്തില്ല. ഇവിടെ മാത്യു നായിക്കമ്പലം അച്ഛൻ കഴിഞ്ഞ കൺവെൻഷന് വന്നപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ ധ്യാന സെൻറ്ററിനെ പറ്റി പൊതുവായൊരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു എങ്ങനെയാണ്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛന് ഇങ്ങനൊരു കൃപയും അച്ഛന് ഇങ്ങനൊരു ദൈവത്തിൻ്റെ ഒരു ദൗത്യവും കിട്ടിയതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇത്രയധികം ഇവിടെ വരിക, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ വരിക അസാധ്യമാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പാണ് ഈ ഒരു സ്ഥലവും ഈ കാലഘട്ടത്തിൽ കടലുണ്ടി ഈ ധ്യാനമന്ദിരത്തെ എൽ റുഹ ധ്യാന കേന്ദ്രത്തെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഉയർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലാണ് ഈ ധ്യാനമന്ദിരം എന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. പരിശുദ്ധാത്മാവ് പേര് പറയുന്നത് പോലെ എൽ റുഹ, ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ ധ്യാന കേന്ദ്രത്തെ നയിക്കുന്നതും ഉയർത്തുന്നതും. അല്ലാതെ അച്ഛനോ ഇവിടെയുള്ള മറ്റ് ശുശ്രൂഷകരല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ ഇതിനെ വളർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിലൊരു ഉപകരണമായിട്ട് ദൈവം എന്നെ മാറ്റുന്നു എന്നത് സത്യമാണ്. കാരണം ഇതിൻ്റെ വളർച്ച നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഇത് കൊറോണ കാലത്താണ് ഈ ധ്യാനമന്ദിരം ആരംഭിക്കുക. കൊറോണയുടെ സമയം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ്. ആർക്കും വേണ്ടാത്ത ഈ സ്ഥലത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയോ? 1936 ഈ ഒരു 20 ഏക്കർ, ഇതിപ്പോൾ 20 ഏക്കറുള്ള സ്ഥലമുണ്ട്, അന്ന് ഇതിലും കൂടുതൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ഈ ഒരു സ്ഥലം CMI സഭ വാങ്ങുകയാണ്. അങ്ങനെ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് നമുക്കറിയാം ധാരാളം മുസ്ലിംസ് ഹിന്ദുക്കളൊക്കെ ഉള്ള ഏരിയ, ക്രിസ്ത്യാനികളില്ലാത്ത ഈ സ്ഥലത്ത് സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി അത്തനാസിയൂസ് പയ്യപ്പള്ളി എന്ന പേരുള്ള ഒരു അച്ഛനാണ് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ സ്ഥലം വാങ്ങി ഇവിടെ ഒരു ഹൗസ് പണിത് അങ്ങനെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ കുമ്പസാരം, കുർബാന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നതായിരുന്നു അച്ഛൻ്റെയും അന്നത്തുള്ള വൈദികരുടെയും ലക്ഷ്യം. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ കാണുന്ന ഈ ഹൗസും ഈ കാണുന്ന ഇപ്പോൾ ആ വലിയൊരു കുരിശ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കുരിശൊക്കെ 1936 സ്ഥാപിച്ചതാണ്. 1936 വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, വളരെ ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ കടലുണ്ടി. ഈ ഒരു ആശ്രമം അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രം എല്ലാവർക്കും അറിയാം. എല്ലാ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ചുറ്റുവട്ടത്ത് ഇറങ്ങി വലിയ കുരിശുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. കാരണം ഒരു കാലത്ത് ഇത് വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ അന്ന് ഈ രൂപത, ഇത് താമരശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു ധ്യാനമന്ദിരമാണ്. താമരശ്ശേരി രൂപത അതിർത്തിയിൽ വീഴുന്നൊരു ധ്യാനമന്ദിരമാണ്. അന്ന് ഈ താമരശ്ശേരി രൂപതയൊന്നും ഇല്ല, അച്ഛന്മാരൊന്നും ഇല്ല. പിന്നീടാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതിൻ്റെ അത് പിന്നീട് രൂപത വന്നു, വൈദികരായി, അങ്ങനെ സിസ്റ്റേഴ്സായി, അല്പം കൂടിയും ക്രിസ്ത്യാനികളൊക്കെ ആയി, അങ്ങനെ പലതും ആയപ്പോൾ പിന്നെ ഈ സെൻറ്ററിൻ്റെ പ്രാധാന്യം കുറഞ്ഞുപോയി. ഏകദേശം ഒരു 15 അച്ഛന്മാർ തിങ്ങി പാർത്തിരുന്ന, അതിലും കൂടുതൽ ബ്രദർമാർ തിങ്ങി പാർത്തിരുന്നൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. അപ്പോൾ ഈ നാട്ടുകാർക്ക് അറിയാം. പിന്നീട് ഇതിൻ്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞുപോയി. ഇവിടെ മിനിസ്ട്രി ഇല്ലാണ്ടായി, അച്ഛന്മാരില്ലാണ്ടായി, അങ്ങനെ ഇവിടെ വേറെ ക്രിസ്തീയ സമൂഹം ഇല്ലാണ്ടായി. അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു സ്ഥലമായി ഇത് കിടക്കുകയാണ്. ഇത് കാട് പിടിച്ച് കുന്നുകൂടി ഇങ്ങനെ. ഇപ്പോൾ ഈ അടുത്ത ക്ലാസ് നമുക്ക് എടുക്കുന്നത് മനോജ് എന്ന പേരുള്ള ഒരു ശക്തനായ ഒരു വചന പ്രഘോഷകനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ എന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറയാം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വേറൊരു വൈദികൻ്റെ കൂടെ ഈ ഭാഗത്തോടെ പോയപ്പോൾ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് ഈ ഹൗസിലേക്ക് വന്നപ്പോൾ അച്ഛാ ഇത് കാട് പിടിച്ചൊരു സ്ഥലം, കാട് മൂടി കിടന്നൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ 3 അച്ഛന്മാരിവിടെ 2020 കൊറോണ സമയത്ത് എന്നെ ഇവിടേക്ക് ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാൻ വേണ്ടി അയച്ചപ്പോൾ ഇതിൻ്റെ സ്ഥലം അങ്ങനെ തന്നെയാണ്, ഒരു കാട് പിടിച്ച സ്ഥലം, ആർക്കും വേണ്ടാത്ത സ്ഥലം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞങ്ങളന്ന് ട്രാൻസ്ഫറായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഹാളിൽ 15 പട്ടികളുണ്ടായിരുന്നു. 15 പട്ടികൾ, മനസ്സിലായോ? അതിനാർക്കും വേണ്ടാതെ ഈ ഹാളൊന്നും നോക്കാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന്. ഇത് 1946 സ്ഥാപിച്ച ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുക. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1946 സ്ഥാപിച്ച LPU സ്കൂള്, ആ സ്കൂളിൻ്റെ കെട്ടിടത്തിലാണ് നമ്മൾക്കിപ്പോൾ ആയിരിക്കുക. അതിൻ്റെ ഒരു 2 ക്ലാസ് റൂമാണ് ഇപ്പോൾ ഇവിടെ ചില പഠിച്ചവർ
ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ചില മക്കളുടെ അപ്പന്മാരൊക്കെ പഠിച്ചത് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ സ്ഥലത്താണ്. ആ സ്കൂൾ ഇപ്പോഴും ഉണ്ട്. ആ സ്കൂൾ ഇവിടുന്ന് പറിച്ച് അവിടേക്ക് മാറ്റി നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. 250 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും പഴക്കമുള്ള ഒരു സ്ഥാപനം, അത് ആർക്കും വേണ്ടാതെ ഇങ്ങനെ കിടക്കുന്നൊരു സ്ഥലം, വെള്ളമില്ലാത്തൊരു സ്ഥലം, ശുദ്ധജലം ഇല്ലാത്തൊരു സ്ഥലം. അങ്ങനെ ഈ സ്ഥലത്തെ വിൽക്കാനായിട്ട് കുറേ ശ്രമിച്ചു. ആരും ഈ സ്ഥലം വാങ്ങുന്നില്ല. അങ്ങനെ ഇത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു അധികാരികൾക്ക് തോന്നിയത്, ഈ സ്ഥാപനത്തെ ഒരു ധ്യാന സെൻ്ററാക്കി മാറ്റാൻ പറ്റുമോ ഇല്ലയോ. അങ്ങനെ ചിന്ത വന്നപ്പോൾ അവർക്ക് തോന്നി, ഈ അച്ഛനെ, അന്ന് ഞാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലാണ്, അവിടെ ഏൽ റുഹ എന്ന പേരുള്ള ഈ പേരിൽ തന്നെ ഞാൻ തുടങ്ങിയ ധ്യാനം, സ്കൂളുകൾ, കോളേജുകൾ, യൂത്ത് അല്ലെങ്കിൽ ഇടവകകൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ വ്യാഴം, വെള്ളി, ശനി ധ്യാനമാണ്. അങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അവർക്ക് തോന്നി, ഈ അച്ഛനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനെ ഒരു ധ്യാന സെൻ്ററാക്കി വളർത്താൻ സാധിക്കും, ഈ സെൻ്ററിനെ എന്തെങ്കിലും കാര്യത്തിൽ ഉപകാരപ്പെടുത്താമെന്ന് കരുതും. അങ്ങനെയാണ് എന്നെ അവിടുന്ന് ഇവിടേക്ക് മാറ്റുക. ഒന്നുമില്ലാത്ത ഈ സ്ഥലത്ത് ആ കൊറോണ കാലത്ത് വന്ന് പണമില്ല, ആളുകളില്ല, കമ്മ്യൂണിറ്റി ഇല്ല, ഒരിക്കലും അസാധ്യമെന്ന് കരുതിയ സംഭവം വെറും വിദൂര ഭാവിയിൽ ഒരു പക്ഷേ ധ്യാനമന്ദിരം ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആക്കിക്കോ എന്നാണ് അധികാരികൾ എന്നോട് പറഞ്ഞത്. വിദൂര ഭാവിയിൽ ധ്യാനകേന്ദ്രമാക്കാൻ സാധിക്കുകയാണെങ്കിൽ നീ ആക്കിക്കോ, അല്ലെങ്കിൽ നീ ഇവിടെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോക്കോ. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടേക്ക് വിട്ടത്. പക്ഷേ ഇവിടെ വന്ന് 6ാമത്തെ മാസം കൊറോണ കാലത്ത് ഇതിനെ റെമീജിയസ് പിതാവ് ധ്യാന സെൻ്ററായിട്ട് ഉയർത്തുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അന്നും കൊറോണയാണ്. ഈ ധ്യാന സെൻ്റർ ബ്ലസ് ചെയ്യപ്പെട്ടത് ഏപ്രിൽ 19, 2021. ഈ 2021 ഏപ്രിൽ 19 ഈ കോഴിക്കോട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. മനസ്സിലായോ? അന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ പിതാവ് ആ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ഒരു ഗേറ്റൊക്കെ ഞങ്ങൾ അടച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ ആരും കാണാതെ അങ്ങനെ വന്ന്, അങ്ങനെ ഞങ്ങൾ മാത്രം വളരെ 5-6 പേര് മാത്രമുള്ള ഈ കസേരകളെല്ലാം വളരെ കാലിയായി കിടന്ന് അങ്ങനെ അടച്ചിട്ട റൂമിൽ ഇതിനെ ഞങ്ങൾ കുർബാന ചൊല്ലി ഇത് ആശീർവദിച്ച് ഈ ബ്ലസ് ചെയ്ത് കൽത്താരിയും എല്ലാം പിതാവ് ബ്ലസ് ചെയ്ത് തരികയാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ പോലും ഇല്ലാതെയായിരുന്നു ഇതിൻ്റെ ബ്ലസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊറോണ കാലത്ത് നടന്നത്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് 100 കണക്കിനോ 1000 കണക്കിനോ ആൾക്കാർക്ക് താമസിക്കാവുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങളുള്ള വലിയ വലിയ ധ്യാന കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുമ്പോഴാണ് ഒരിടത്തും ഒരാൾക്കും വേണ്ടാത്ത ഈ സ്ഥലത്ത് ഒരു പുതിയ ധ്യാന സെൻറ്റർ ദൈവം തുടങ്ങിയത്. മനസ്സിലായോ? എല്ലാ ധ്യാന സെൻറ്റർ അടഞ്ഞു കിടക്കുമ്പോൾ ദൈവം ഈ ധ്യാന സെൻറ്ററിനെ തുറക്കുകയാണ്. അതായത് ബുദ്ധിയും ബോധമോ അറിവോ അല്ലെങ്കിൽ അല്പം ചിന്തിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ഈ ഒരു ധ്യാന സെൻറ്ററിൻ്റെ അനുവാദം തരികയില്ല. മനസ്സിലായോ? അതൊരു മഹാ അത്ഭുതമാണ്. ഇതിന് പിതാവ് അനുവാദം തന്നത് തന്നെ അത്ഭുതമാണ്. എപ്പോൾ? അതും ഈ കൊറോണ കാലത്ത്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് പല മക്കളും ഇവിടെ ഞാൻ വന്ന സമയത്ത് ഒരു സഹായം, സാമ്പത്തിക സഹായത്തിനൊക്കെ പലരും വിളിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛാ ഇനി ധ്യാന സെൻ്ററിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ഇനി ധ്യാന സെൻ്ററിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, ആളുകൾ ഇനി ധ്യാന സെൻ്ററിലൊന്നും പോവില്ല, ഓൺലൈനിൽ, മൊബൈലിൽ, യൂട്യൂബിലൊക്കെ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വീട്ടിലിരുന്ന് കാണുള്ളൂ. കൊറോണ കാലത്ത് എല്ലാവരുടെയും ഒരു ശൈലി, ഒരു ട്രെൻഡ് മൊത്തത്തിൽ അങ്ങനെയായി. ഓൺലൈൻ കുർബാന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പല മക്കൾ ആരോഗ്യം ഉണ്ടായിട്ട് പോലും പള്ളിയിൽ പോകാതെ ഓൺലൈൻ കാണുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെയുണ്ട്. കൊറോണ മാറിയതിന് ശേഷം പൂർണ്ണമായിട്ട് എല്ലാവരെയും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അച്ഛന്മാർക്കൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരെന്നോട് പറഞ്ഞു, അച്ഛാ ഇനി ഒരു പുതിയൊരു ധ്യാന കേന്ദ്രം അത് ആവശ്യമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ കൂണ് പോലെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രം, അതുകൊണ്ട് തന്നെ പുതിയൊരു ധ്യാന കേന്ദ്രം ആവശ്യമില്ല. ഉള്ള ധ്യാന കേന്ദ്രങ്ങൾ തന്നെ ആൾക്കാരില്ലാതെ അടഞ്ഞുപൂട്ടി കിടക്കുകയാണ്. മാത്രമല്ല പള്ളികൾ അടച്ചുപൂട്ടി കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ശൂന്യമായി കിടക്കുന്ന സമയത്ത് ദൈവം ഈ കൊറോണ സമയത്ത്, കണ്ടെയ്ൻമെൻറ്റ് സമയത്ത് ഒരു ധ്യാന സെൻറ്റർ തുറക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ദൈവം ഒരു ധ്യാന സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിൽ വായിക്കുക. ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് അവിടുന്ന് ഇവിടേക്ക് സ്ഥലം മാറ്റം കിട്ടിയതും ഈ സെൻറ്ററിനെ ദൈവം എടുത്തുയർത്തുന്നതും ഇതൊക്കെ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽപ്പെട്ടതാണ്. ഒന്നും എൻ്റെ കഴിവോ നമ്മുടെ മനുഷ്യൻ്റെ
ബുദ്ധി കൊണ്ടോ മാംസരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നതുപോലെയാണ് ഈ സെൻറ്ററിൻ്റെ വളർച്ചയും ഉയർച്ചയും. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശരിക്കും ഇതിനെ എടുത്ത് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ പല ഉദാഹരണങ്ങളും ഞാൻ പലപ്പോഴും ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് പല ധ്യാനങ്ങളിലും. അതിലൊന്നാമത്, ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ആളുകൾക്ക് മുമ്പ് തന്നെ കർത്താവ് ഇതിനെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ പല രീതിയിൽ തരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായി. ഒരിക്കലും ഞാൻ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലേക്ക് ആദ്യമായി വന്ന സമയം 2 സിസ്റ്റേഴ്സ് അവിടെ കൗൺസിലിംഗ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ആർക്ക്? അവിടെയുള്ള ശുശ്രൂഷകർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ. അങ്ങനെ ആ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാനും പോയി കൗൺസിലിങ്ങിന്. ഞാൻ ചുരുക്കി പറയുകയാണ്, അവിടെ കൗൺസിലിംഗ് ഇരുന്നപ്പോൾ ആ 2 സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അതിൻ്റെ ആ കൗൺസിലിംഗ് ഇങ്ങനെയാണ്: 2 സിസ്റ്റേഴ്സ് ഒരാൾക്ക് കൗൺസിലിംഗ് തരും, 2 സിസ്റ്റേഴ്സ് ഒരാൾക്കാണ് കൗൺസിലിംഗ് തരിക, 2 പേരും കൂടി. ഒരു സ്പെഷ്യൽ കൗൺസിലിംഗ് ആണ്, ഒത്തിരിയേറെ വരങ്ങളുള്ള ഒരു സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 2 സിസ്റ്റേഴ്സിൽ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ 3 ദിവസം ആരോടും മിണ്ടാതെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത വലിയ കൃപകൾ, വലിയൊരു അനുഗ്രഹം അച്ഛന് കർത്താവ് തരും എന്ന് ഒരു സിസ്റ്റർ പറയുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ 2 സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛൻ ആരോടും മിണ്ടാതെ 3 ദിവസം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹം അച്ഛനും കിട്ടാണ് പോണത്. മനസ്സിലായോ? അത്രയും ഒരു അനുഗ്രഹം വേറെ ആൾക്കും കിട്ടാത്ത അത്ര വലിയൊരു അനുഗ്രഹമാണ്, നിസ്സാര അനുഗ്രഹമല്ല. അച്ഛൻ പെട്ടെന്ന് പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 3 ദിവസം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ 3 ദിവസം മിണ്ടാതെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂടെയുള്ള സിസ്റ്റർ അതിനെ വ്യാഖ്യാനിച്ചു. ആ സിസ്റ്റർ ഒന്നുകൂടി പറഞ്ഞു, ഈ പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് അച്ഛൻ 3 ദിവസം ആരോടും മിണ്ടാതെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്നാൽ ഒരാൾക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് അച്ഛന് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ആ സിസ്റ്റർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അച്ഛൻ പെട്ടെന്ന് പോയിരുന്നു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം കിട്ടും, പക്ഷേ ദിവസങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ അനുഗ്രഹം മാറിപ്പോവും, പിന്നെ അച്ഛനത് കിട്ടില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ഇത് ഓരോന്നിനും ഒരു സമയം എന്ന് പറയുന്നത് അതാണ്. സമയം കഴിഞ്ഞാൽ പിന്നെ കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ബാച്ചിൻ്റെ ഈ കഴിഞ്ഞ താമസമുള്ള ധ്യാനത്തിൻ്റെ ആരംഭ ദിവസം അച്ഛൻ ഇങ്ങനെ ഒരു പ്രസംഗം പറഞ്ഞത്, ഒരിടത്തും സാധാരണ അങ്ങനെ പറയാത്തതാണ്, കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. ഇത് ചിലരെ സംബന്ധിച്ച് അവസാനത്തെ അവസരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ചിലരെ സംബന്ധിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അവസാന അവസരമാണ് എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ ഓരോന്ന് കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ ആ സന്ദേശം എത്രയോ കറക്റ്റാണെന്ന് അവസാന ദിവസം എനിക്ക് മനസ്സിലായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെന്താ, ദേ വരുന്നു 4 മണി സമയത്ത് ഒരുത്തനെയും കൊണ്ട് ഒരു കൗൺസിലർ, അച്ഛാ ഈ പയ്യൻ ഒരു ഹൈന്ദവ പെൺകുട്ടിയായിട്ട് ഒത്തിരിയേറെ പാപാവസ്ഥയാണ്, അത്രമാത്രം വ്യഭിചാരം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇതുവരെ അവൻ ഈ പാപം കുമ്പസാരക്കൂട്ടി പറഞ്ഞിട്ടില്ല, അവനിങ്ങനെ ന്യായീകരിച്ചിരിക്കുകയാണ്. ഏതോ ഒരു കൗൺസിലർ അവനോട് പറഞ്ഞു അത്രേ, ആ പെണ്ണിനെ നമ്മളിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ തെറ്റില്ല. ആരോ പറഞ്ഞു അത്രേ, ഇതിപ്പോൾ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ട് വ്യഭിചാരം ചെയ്തുകൊണ്ട് തെറ്റില്ല. ഇവൻ എന്തൊക്കെയോ ചിന്തിച്ച് ആലോചിച്ച് ആ ബന്ധം ഉപേക്ഷിക്കാതെ അതിലിങ്ങനെ പെട്ടുകിടക്കുകയാണ്. മനസ്സിലായോ? ധ്യാനത്തിൻ്റെ സമാപന ദിവസമായി, എന്നിട്ട് പോലും ഒരു മാറ്റമില്ലാതെ അവൻ പിടിച്ച പ്രേമമെന്ന തിന്മയെ പറ്റി എത്രയോ പ്രാവശ്യം ഇവിടുന്ന് പല രീതിയിൽ പറയുന്നു, പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ആ ഒരു മകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ? ആ ബ്രദർ പറഞ്ഞു, അച്ഛൻ ഇവനോട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ, ആദ്യത്തെ ദിവസം അച്ഛൻ എന്താ പറഞ്ഞത്? ഇത് നിൻ്റെ അവസാനത്തെ അവസരമാണ്, ഇനി നിനക്ക് അനുദപിക്കാൻ കർത്താവ് അവസരം തരില്ല, വേണമെങ്കിൽ നീ ഉപേക്ഷിച്ചോ, അല്ലെങ്കിൽ കർത്താവ് നിന്നെ കാഞ്ഞിനും തീറ്റിപ്പിക്കും, വിഷം കുടിപ്പിക്കുന്നുവെന്ന് കുരിശ് വരച്ച് അവനെ വിട്ടു. മനസ്സിലായോ? കാരണം അതുപോലെ ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ്. ചിലത് അവസാനത്തെ അവസരമാണ് കേട്ടോ. കർത്താവ് എനിക്ക് അവസരം തന്നതാണത്. അച്ഛൻ പെട്ടെന്ന് പോയി 3 ദിവസം ഈശോയുടെ മുമ്പിൽ ഇരുന്നോ, വലിയൊരു അനുഗ്രഹം കിട്ടും. അച്ഛൻ നീണ്ടുപോയി കഴിഞ്ഞാൽ അച്ഛനൊരിക്കലും ഈ അനുഗ്രഹം കിട്ടില്ല. മനസ്സിലായോ? ഇന്നലെ തന്നെ വേറൊരു പെൺകുട്ടി ഓടി വന്നു, അച്ഛനോട് സന്ദേശം വിളിച്ച് പറഞ്ഞില്ലേ, ഇങ്ങനെ എന്താ പറയുക, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇന്ന ആളോട്, ഒരു പെൺകുട്ടിയുടെ പേര് വന്നിട്ട് പറയുകയാണ്, ഇന്ന ആളോട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ആ പെൺകൊച്ച് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കാര്യം അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇന്ന ആളോട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ഈശോ സന്ദേശം തരുന്നു. എന്താ അച്ഛാ എനിക്ക് കുറവ്? ഞാൻ എന്താണ് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാത്ത ഏത് മേഖലയാണ് എനിക്കുള്ളത്? അപ്പോൾ ഞാൻ ചോദിച്ചു, മോൾ എന്തെങ്കിലും തെറ്റായ റിലേഷനിലാണോ? അവൾ പറഞ്ഞു, ഇല്ല അച്ഛാ. മോളെ വേറെ എന്തെങ്കിലും പാപാവസ്ഥയിലാണോ?
ഇല്ലച്ഛ, ഞാൻ നിമ്മോളെ നന്നായി കുമ്പസാരിച്ചോ? ഉവ്വച്ഛ, നന്നായി ഞാൻ കുമ്പസാരിച്ചു. പിന്നെ ഉടനെ തന്നെ അവളിങ്ങനെ പറഞ്ഞു, അവളുടെ മനസ്സിലുള്ളത് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ ഈ സിസ്റ്റർ ആവാൻ പഠിക്കാൻ പോയി ആളാന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ചോദിച്ചു, എത്ര വർഷം നീ സിസ്റ്റർ ആവാൻ പോയി? ഞാൻ 4 വർഷം സിസ്റ്റർ ആവാൻ പോയി പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് നീ പോന്നേ? അത് പോകുന്നത് അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ തന്നെ സ്വയം ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് ഞാൻ പോരുകയാണ്. ഞാൻ പറഞ്ഞോ, നീ എന്തുകൊണ്ടാണ് പോയത്? നിനക്ക് ചെറുപ്പം മുതൽ വലിയ ആഗ്രഹമായിരുന്നു സിസ്റ്റർ ആണെന്ന്. അപ്പോൾ അത് അന്നൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ആഗ്രഹം. പക്ഷേ എനിക്കിപ്പോൾ ആഗ്രഹമില്ല. ഞാനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജർമ്മനിക്ക് പോകാനായിട്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ, നിനക്കുള്ള സന്ദേശം ഇതാണ്. മോൾക്ക് നല്ല ദൈവവിളിയുണ്ട്, ശക്തമായ ദൈവവിളിയുള്ളൊരു മകളാണ് നീ. നിന്നോട് കർത്താവ് അവസാന അവസരമായിട്ട് തരികയാണ്. എൻ്റെ മോളെ, നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ദൈവം ഇറങ്ങി വന്ന് പറയാണ്, ആ പേര് പറഞ്ഞിട്ട് ഇന്ന മകളോട് ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ പറയുകയാണ്. ഈശോയുടെ ഇഷ്ടമാണ് ദൈവവിളി, ഈശോയുടെ ഇഷ്ടമാണ് സിസ്റ്റർ ആവുക, അച്ഛനാവുക. അങ്ങനെയുള്ള ദൈവവിളിയുള്ള മക്കൾ അത് വേണ്ടെന്ന് വെച്ച് ദൂരേക്ക് പോകുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നിൻ്റെ ഇഷ്ടമായിരിക്കും ജർമ്മനിക്ക് പോകണമെന്നും ജർമ്മൻ ഭാഷ പഠിക്കണമെന്നും, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാലാണ് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഇത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാനിത് പറഞ്ഞതൊരു അവസരം എന്നൊരു വാക്ക് വന്നപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്, ഇതൊരു അവസരമാണ്. ഇനി ചിലപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനൊരു അവസരം ദൈവം കൊടുക്കില്ല. ഇനി ദൈവം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇന്ന ആളോട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് അങ്ങനെ ദൈവം ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ഇന്ന ആളോട് ഇനി അത് ബന്ധം ഉപേക്ഷിക്കണം എന്ന് ഇനി ദൈവം ഒരിക്കലും പറയില്ല. ചില അവസരങ്ങൾ നമുക്ക് കിട്ടിയത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മനസ്സിലായോ? അച്ഛൻ ഇവിടെ ഈ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുക. അച്ഛൻ ഇവിടെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുക. നമ്മോട് എല്ലാവരും ഈശോ പറയുന്നൊരു കാര്യമാണ്, പരിപൂർണമായിട്ട് ക്ഷമിക്കുക. കേട്ടോ, ക്ഷമയുടെ മേഖല നന്നായിട്ടുണ്ട്. ആ വിദ്വേഷം വെറുപ്പും വെച്ചിട്ട് നമുക്കൊരിക്കലും ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. ചിലർ 1-ാം പ്രമാണ ലംഘനങ്ങൾ നടത്തിയവരുണ്ട്, ചിലർ മാതാപിതാക്കൾ ഒത്തിരി വേദനിപ്പിച്ചവരുണ്ട്, ചിലർ ഈ ശുദ്ധതയ്ക്കിരുതമായ പാപം, ഇതുപോലുള്ള ജഡിക പാപങ്ങൾ ചെയ്തവർ, ഈ തെറ്റായ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, വീഞ്ഞു കുടിക്കുന്നവരുണ്ട്. ഇവർക്കൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ദൈവം എന്ത് പറഞ്ഞോ അതുപോലെ പ്രവർത്തിച്ചാലാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അല്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഈ സിസ്റ്റർ പറഞ്ഞത് കേട്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 3 ദിവസം BLM ധ്യാന കേന്ദ്രം ഇരിഞ്ഞാലക്കുട ഈശോയുടെ മുമ്പിൽ 3 ദിവസം ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, കുറേ സമയം ജപമാല ചെല്ലുന്നു, സ്തുതിക്കുന്നു, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നു, കരുണകൊന്ന് ചെല്ലുന്നു, വചനം വായിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്പിരിച്വൽ റീഡിങ് നടത്തുന്നു. ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശക്തമായൊരു പ്രേരണ. അതെന്താണെന്ന് വെച്ചപ്പോൾ വായിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ 5-ാം തിരുവചനമാണ് എന്നെ വളരെയധികം സ്പർശിച്ചത്. ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി, കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി, മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി, അവയെ തിരയാനോ അന്വേഷിക്കാനോ എനിക്ക് ആരുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവേൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു വചനഭാഗമാണ് എന്നെ സ്പർശിച്ചത്. ഈ വചനത്തെപ്പറ്റി ഇങ്ങനെ ആ BLM ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് ചിന്തിക്കുക. ഞാൻ ഒറ്റയ്ക്ക് ഒരു കൊച്ചു ചാപ്പലിൽ വിശുദ്ധ കുർബാന എന്നുവെച്ച് വെച്ച് ഇങ്ങനെ ചിന്തിക്കുക. ഞാനാണ് ഇടയൻ. അച്ഛന്മാരൊക്കെ ഇടയന്മാരാണ്, ബിഷപ്പുമാരൊക്കെ പിതാക്കന്മാരൊക്കെ ഇടയന്മാരാണ്. ആടുകൾ എന്ന് വെച്ചാൽ ദൈവജനാണ്. ഈ ആടുകൾ വഴിതെറ്റി പോവുകയാണ്. കേട്ടോ, എൻ്റെ ആടുകൾ ചിതറിപ്പോയി, അവയൊന്ന് തിരയാനോ അന്വേഷിക്കാനോ എനിക്ക് ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ഇടയന്മാരെ, നിങ്ങൾക്കെതിരായിട്ടാണ് എൻ്റെ പരാതി. ഇടയന്മാർ ആടുകളെ അന്വേഷിക്കാതെ സ്വയം പോറ്റിക്കൊണ്ടോ ഇരിക്കുക. ഇങ്ങനെ കുറേ ഇടയന്മാരില്ലാത്തതിന് എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായി തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകൾ അന്വേഷിച്ചില്ല, അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ ഇടയന്മാർക്കെതിരെയുള്ള വലിയൊരു പരാതിയാണ് എസെക്കിയേൽ 34 കാണുക. ഇടയന്മാരെ കുറ്റപ്പെടുത്തിയുള്ള ദൈവത്തിൻ്റെ സംസാരം.
അച്ഛന്മാരെ കുറ്റപ്പെടുത്തിയുള്ള ദൈവത്തിൻ്റെ സംസാരം എനിക്ക് തോന്നുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇടയനായി ഞാൻ അല്പം കൂടി ദൈവജനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ശുശ്രൂഷ എനിക്ക് ആരംഭിക്കണം. ഇങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ആ ചിന്തയെ ഞാൻ അപ്പം തന്നെ രൂപപ്പെടുത്തി. എങ്ങനെ ദൈവജനത്തിലേക്ക് അല്പം കൂടി ഇറങ്ങിച്ചെല്ലാം. ഞാനിപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ആളുകൾ അവിടേക്ക് വരിക എന്നതിലുപരിയായിട്ട് അല്പം കൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ജ്വലിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ചില ചിന്തകളാണ് 3 ദിവസത്തെ ധ്യാനം തുടങ്ങുക. ഡേറ്റുകളൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. വ്യാഴം, വെള്ളി, ശനി 3 ദിവസത്തെ ധ്യാനം. രാവിലെ 9 മണി മുതൽ 4 മണി വരെയുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ ഇതുപോലെയുള്ള കൗൺസിലിംഗ്, കുർബാന, കുമ്പസാരം എല്ലാം ചെയ്തു കൊടുക്കുക. ശക്തമായ വചന പ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, ഇങ്ങനെ ആദിമസഭ ചെയ്തതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അല്പം കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നൊരു ആഗ്രഹം വരികയാണ്. ഞാൻ ആ 3-ാമത്തെ ദിവസമാണ് ഈശോ ഈ ഒരു ചിന്ത തരിക. ആ ചിന്തയുമായി തിരിച്ചു വന്നു. ഈ പറഞ്ഞ സിസ്റ്റേഴ്സിനെ വിളിച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ 3 ദിവസം ഞാൻ അവിടെ പോയിരുന്നു, പ്രത്യേകിച്ചൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ കൂടി എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഞാൻ ഈ ഒരു ചിന്ത അവരായിട്ട് ഷെയർ ചെയ്തു. ആ സിസ്റ്റേഴ്സ് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇത് പറയുമ്പോൾ തന്നെ വലിയ അഭിഷേകം അച്ഛൻ കാണിക്കുക, അച്ഛൻ തുടങ്ങിക്കോ, അതിനെ ദൈവം ഒത്തിരി വളർത്തും എന്ന് പറഞ്ഞു. അല്ലെ, ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെ ധ്യാനം തുടങ്ങാം. പിന്നെ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പട്ടത്തച്ഛനോടാണ് ഇതിനെപ്പറ്റി ചോദിക്കേണ്ടത്. അനുവാദം വേണമല്ലോ. ആ അച്ഛനോട് ചോദിച്ചു, പട്ടത്തച്ഛനോട് ചോദിച്ചു, ഡയറക്ടർ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. ഇങ്ങനെ പുറത്ത് പോയിട്ടുള്ള ധ്യാനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, ഇടവുകളൊക്കെ 3 ദിവസത്തെ ഗ്രൂപ്പ് ധ്യാനങ്ങൾ അങ്ങനെ നടത്തിയാലോ? അങ്ങനെ ഒരു ധ്യാനം ജെറുസലേമിൽ ഇല്ല. പുറത്ത് പോയിട്ടുള്ള ധ്യാനം, എല്ലാം ഉള്ളിലോളെന്നുള്ള ധ്യാനങ്ങളാണ് കൂടുതൽ. ഇങ്ങനെയുള്ള ധ്യാനം പകൽ ധ്യാനങ്ങളാണ്, കാലത്തൊട്ട് വൈകിട്ട് വരെ. അച്ഛൻ അല്പസമയം പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ കയ്യിലുള്ള സുവിശേഷപ്പെട്ടിയിൽ നിന്ന് അച്ഛൻ ഒരു വചനം എടുത്തു. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു വചനം അച്ഛന് കിട്ടി. അച്ഛനോട് പറഞ്ഞു, തുടങ്ങിക്കോ, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്, ആ ധ്യാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി നീയായിരിക്കും. അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതും എല്ലാം നീ തന്നെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എല്ലാം നീ തന്നെ ചെയ്യണം. നീ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മംഗലപ്പുഴ സെമിനാരിൽ പഠിക്കുകയാണ്. നീ പഠിക്കുന്നുണ്ട്. നിൻ്റെ പഠനമൊന്നും ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി തീരരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച നിൻ്റെ പഠനത്തിന് തടസ്സമായി തീരരുത്. എല്ലാ ഫ്രീഡം ഞാൻ നിനക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞു. അല്ലേ, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ 2018 ഓഗസ്റ്റ്. എന്താ 2018 ഓഗസ്റ്റിൻ്റെ പ്രത്യേകത? ഉറങ്ങാത്തവർ പറയാമോ? വെള്ളപ്പൊക്കം. മനസ്സിലായോ? 2018 ഓഗസ്റ്റിലാണ് വെള്ളപ്പൊക്കം വന്നത്. ആ വെള്ളപ്പൊക്കത്തിന് തൊട്ട് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. മനസ്സിലായോ? അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ധ്യാനത്തിൻ്റെ ഒരു രീതികളൊക്കെ ആരംഭിക്കുകയാണ്. അതിൻ്റെ പരസ്യങ്ങളൊക്കെ തിരിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നോട്ടീസൊക്കെ അയച്ചു കൊടുത്തു. പക്ഷേ ധ്യാനത്തിൻ്റെ പേര് വേണം. പേര് എന്തിടണം ആലോചിച്ചു. പല പേരുകൾ എൻ്റെ മനസ്സിൽ പല പേരുകൾ വന്നു, പലരുടെയും മനസ്സിൽ പല പേരുകൾ വന്നു. അങ്ങനെ പല പേരുകളിട്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് പറയും, വേണ്ട വേണ്ട വേണ്ട. ഓരോ പേരുകൾ പലരും പറഞ്ഞതൊക്കെ നല്ല പേരുകളായിട്ട് തോന്നും, പക്ഷെ പ്രാർത്ഥിക്കും, പക്ഷെ അത് വേണ്ട 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 ഈശോ പറയും. അങ്ങനെ ഒരു അവിടുത്തെ ജെറുസലേം ധ്യാനയിൽ വളരെ പ്രായമുള്ള, ഞങ്ങളുടെ പ്രൊവിൻസിൽ തന്നെ വളരെ പ്രായമുള്ളൊരു അച്ഛൻ, ഒരു ലൂഷ്യസ് നെരേപ്പറമ്പിൽ എന്ന് വെച്ചൊരു വയസ്സായൊരു അച്ഛൻ. ആ അച്ഛൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ ഒരു ധ്യാനം ഞാൻ തുടങ്ങുന്നുണ്ട്, ആ ധ്യാനത്തിനൊരു പേര് വേണം, അച്ഛനൊരു പേര് പറയാമോ? വെറുതെ തമാശയ്ക്ക് ഒരു രീതിയിൽ ചോദിച്ചതാണ്. അച്ഛനിങ്ങനെ ചായ കുടിക്കാൻ, ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഏൽ റൂഹ എന്ന് പേരിട്ടോളാൻ പറഞ്ഞു. അല്ലേ, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരും ഒരുമിച്ച് ചോദിച്ചു, എന്താണ് അച്ഛൻ അതിൻ്റെ അർത്ഥം? ഞങ്ങൾക്കറിയില്ലല്ലോ ഇതിൻ്റെ അർത്ഥം. ഏൽ റുഹ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അച്ഛൻ പറഞ്ഞു, ഏൽ എന്ന് വെച്ചാൽ ദൈവം. ഏൽ ലാമ സപ്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ഏൽ എന്ന് വെച്ചാൽ ദൈവം, റുഹ എന്ന് വെച്ചാൽ ആത്മാവ്, ഏൽ റുഹ എന്ന് വെച്ചാൽ ദൈവാത്മാവ്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ ആ മേശപ്പുറത്തുണ്ടായിരുന്ന എല്ലാ അച്ഛന്മാർക്കും ആ പേര് ഇഷ്ടപ്പെട്ടു. വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് ഈ സിസ്റ്റേഴ്സിനെ വിളിച്ചറിയിച്ചു, ഈ ഒരു പേരിട്ടാലോ? അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര അഭിഷേകമാണ്, ആ പേര് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അല്ലേ, പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അന്ന് ആ പേരിട്ടതാണ് ഏൽ റൂഹ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ് ഏൽ റൂഹ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നല്ല, എനിക്ക് ഈ പരിശുദ്ധ ത്രിത്വത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ 3 വ്യക്തികളാണല്ലോ പരിശുദ്ധ ത്രിത്വത്തിൽ. പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രനൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഈ 3 പേരിൽ പരിശുദ്ധാത്മാവാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ചെറുപ്പം മുതൽ കുഞ്ഞുനാളിൽ ഈ കാറ്റീസം പഠിച്ച അന്ന് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പരിശുദ്ധാത്മാവിനെ പറ്റി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കാനും കേട്ടിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ചെറുപ്പത്തിലെ കുട്ടികളെന്ന നിലയിൽ കുട്ടികളെ സ്പർശിക്കുന്നത് വേറെ പല കാര്യങ്ങളായിരിക്കാം.
ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ, ചെറുപ്പം മുതൽ സ്നേഹിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളറിയില്ല, ദാനങ്ങളറിയില്ല, ഫലങ്ങളറിയില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്നറിയില്ല, പരിശുദ്ധാത്മാവ് ആരാന്നറിയില്ല, ഒന്നും അറിയില്ല. ആ ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇതുപോലെ സ്നേഹിച്ചു? അതിന് കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം, എനിക്ക് പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രാവ് എന്ന പക്ഷിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ, അല്ലെങ്കിൽ ഈശോയുടെ മേൽ ആ മാമോദിസ സമയത്ത് ഇറങ്ങി വന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പരിശുദ്ധാത്മാവിന് ചെറുപ്പം മുതൽ ഭയങ്കര ഒരു സ്നേഹവും അടുപ്പവും ഒരു താല്പര്യമായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ആത്മാവിനെ സ്നേഹിക്കുക. അതൊരു വ്യക്തിയാണ്. പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രനൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പറ്റി വളരെ കുറച്ച് മാത്രമേ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണത്? പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ പൊക്കി പറയില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ പൊക്കി പറയില്ല. പരിശുദ്ധാത്മാവ് ആരെ പറ്റി പറയുക? പിതാവായ ദൈവത്തെ പറ്റി പറയും. പിന്നെ പരിശുദ്ധാത്മാവ് ആരെ പറ്റി പറയുക? പുത്രനായ യേശുവിനെ പറ്റി പറയും. ഇവർ രണ്ടുപേരെ പറ്റിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക. പരിശുദ്ധാത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ പറ്റി പറയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ വളരെ കുറച്ച് മാത്രമേ ബൈബിളിൽ നമ്മൾ വായിക്കുള്ളൂ. അതുകൊണ്ട് ചിലർക്ക് പരിശുദ്ധാത്മാവ് എന്നൊന്നും ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പോസ്തലപ്രവർത്തനം 19 പറയുന്നില്ലേ, പരിശുദ്ധാത്മാവ്, എന്നിട്ടത് പരിശുദ്ധാത്മാവ് എന്നൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയ പോലും ഇല്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം സ്നേഹമുള്ളവരെ, പിതാവ് ഒരു വ്യക്തിയാണ്, പുത്രനൊരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ചിലർക്ക് പിതാവിനോടായിരിക്കും കൂടുതൽ സ്നേഹം. എനിക്കറിയാം ചില സിസ്റ്റേഴ്സിനെയും ചില ശുശ്രൂഷകരെയും അവർ പിതാവിനോടായിരിക്കും കൂടുതൽ പ്രാർത്ഥിക്കുക. നല്ല കാര്യമാണ് കേട്ടോ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഞാനധികം പിതാവിനോട് അങ്ങനെ പിതാവേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്ത ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛൻ, അവിടുത്തെ കൗൺസിലിംഗ് ചെയ്യുന്ന ആലീസ് എന്ന പേരുള്ള സഹോദരി, ആ വയസ്സായ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛൻ അധികം പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറില്ല അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചിയെ, ഞാൻ അധികം അങ്ങനെ പറയാറില്ല. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛൻ ഇനി പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ. കണ്ടോ? വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെയാണ്: എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. കണ്ടോ? എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കണ്ടോ? അപ്പോൾ ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പിതാവേ. ഞാൻ അങ്ങനെ അധികം വിളിക്കാറില്ലായിരുന്നു പിതാവേ. അപ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടില്ലേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കണ്ടില്ലേ, ഞാൻ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, പുത്രനോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്ദേശം കൊടുക്കുകയാണ് ആ സഹോദരിക്ക്. ഈ അച്ഛനോട് പറയേ, പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും പുത്രനോടും മാത്രം പറഞ്ഞാൽ പോരാ, പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ? ഈ ഒരു സന്ദേശം കിട്ടി 2 ആഴ്ച കഴിയല്ല, വേറൊരു സഹോദരി വേറൊരു ധ്യാനത്തിൽ ഞാൻ ഒരു ഗ്രൂപ്പ് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ശുശ്രൂഷകയായ ഒത്തിരി വരദാനങ്ങളുള്ളൊരു സഹോദരി, വയസ്സായ സഹോദരി പങ്കെടുക്കുന്നുണ്ടായി. ആ സഹോദരി ആ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാൻ വന്നപ്പോൾ, അച്ഛനൊരു സന്ദേശമുണ്ട്, ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോ ചേച്ചി പറഞ്ഞോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ കൂടുതലായിട്ട് ഈ പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കണ്ടോ? 2 പേരും ഒരേ സന്ദേശം 2 ആഴ്ചക്കുള്ളിൽ പറയുകയാണ്, പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവമാണ്, പരിശുദ്ധാത്മാവ് പിതാവിനെ ഇങ്ങനെ പ്രസിദ്ധമാക്കി മാറ്റും, പരിശുദ്ധാത്മാവ് പുത്രനെ പ്രസിദ്ധമാക്കി മാറ്റും. അല്ല ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് മുതൽ പിതാവേ എന്ന് വിളിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന 73 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈശോയുടെ തലയിൽ മുൾമുടി വെച്ചു. മുൾമുടിയിൽ എത്ര മുള്ളുണ്ടായിരുന്നു എന്നാണ് പറയണേ? 73 മുള്ളുണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ ജഡിക പ്രലോഭനങ്ങൾ, മറ്റു പല പാപ പ്രലോഭനങ്ങൾ, മറ്റു പലതരത്തിലുള്ള തിന്മയുടെ ആക്രമണങ്ങൾ, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു പ്രധാനപ്പെട്ട ചിന്തയിലൂടെ വരുന്ന പാപാവസ്ഥകൾ, ഇതൊക്കെ മാറിപ്പോകാൻ വളരെ നല്ലൊരു പ്രാർത്ഥന ദൈവം കേട്ടോ. 73 പ്രാവശ്യം എല്ലാ ദിവസവും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
വേറെ ചിലർക്ക് കൂടുതൽ ഇഷ്ടം ആരോടാണ്? പുത്രനായ ഈശോയോടാണ് കൂടുതൽ ഇഷ്ടം. പുത്രനായ ഈശോയോട് അങ്ങനെ ഇപ്പോൾ ഭൂരിഭാഗം പേർക്ക് അങ്ങനെയായിരിക്കും, ഈശോയോടായിരിക്കും കൂടുതൽ സ്നേഹം. ഈശോയെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം, യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റേതായ ചിത്രങ്ങൾ, അതോടായിരിക്കും കൂടുതൽ താല്പര്യം. ഭൂരിഭാഗം പേർക്ക് അങ്ങനെയായിരിക്കും. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവായ ദൈവത്തോട് പണ്ടേ മുതലേ വലിയൊരു സ്നേഹമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിക്കുക ഒരു പാട്ടുണ്ട്. ഞാനങ്ങേ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാനങ്ങേ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാനങ്ങേ അനുഗമിക്കും, ഞാനങ്ങേ അനുസരിക്കും, ഞാനെന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെന്നറിയാൻ കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ നിങ്ങളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെന്നറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഉണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുക. ഞാൻ ആ സിസ്റ്റേഴ്സ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സന്നിധി 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് തന്ന ആ പ്രചോദനം അനുസരിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ ധ്യാനം അവിടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ആരംഭിച്ചു. ആദ്യത്തെ ധ്യാനം നടന്നത് ഇരിഞ്ഞാലക്കുട ആളൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആദ്യത്തെ ധ്യാനം. ഓഗസ്റ്റ് 4 തീയതി 2018 വെള്ളപ്പൊക്കത്തിന് തൊട്ട് മുമ്പ് നടക്കുക. പിന്നീട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ ഒരിക്കലും ധ്യാനത്തിന് ക്ഷാമമുണ്ടായിട്ടില്ല. ധ്യാനത്തിന് ഇന്നിപ്പോൾ ഞങ്ങളൊരു ശുശ്രൂഷയുടെ ധ്യാനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഈ വർഷം ഈ ഡേറ്റ് കിട്ടാൻ പോലും ഇല്ല. അതുപോലെ ധ്യാനം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ധ്യാന പെരുമഴ. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിറവേറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം ചിലപ്പോൾ ഞാൻ സെമിനാരിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മാനസാന്തരത്തിൻ്റെ സമയത്തൊക്കെ ഷർട്ടൊക്കെ ഊരിയിട്ട് എന്തുമാത്രം മുട്ടുകുത്തി എന്നാൽ പ്രാർത്ഥിച്ചറിയോ, 6:30 മുതൽ 9 മണി വരെ 2.5 മണിക്കൂർ കർത്താവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ എനിക്ക് തരണമേ, കർത്താവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ എനിക്ക് തരണമേ, ഇങ്ങനെ പറഞ്ഞ് 2.5 മണിക്കൂർ ഇതേ രീതിയിൽ നിൽക്കും. പിന്നീട് 2.5 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഈ 2 ഭാഗവും മുട്ടൊക്കെ എന്തൊരു വേദനയായിരിക്കും എന്നറിയോ. മണിക്കൂറോളം അങ്ങനെ 3 മാസത്തിലധികം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് വല്ല പരിശുദ്ധാത്മാഭിഷേകം ഒന്നും കിട്ടിയില്ല. പിന്നെ സെമിനാരിൽ ചേർന്നിട്ട് കൂടി ഒരു സങ്കടം ഇതാണ്, ഈ ആത്മാവിൻ്റെ ജ്വലനം വേണം. ഇത് വലിയൊരു ദാഹമായിരുന്നു. സെമിനാരിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് നടന്നത് മുഴുവനും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, അത്യുന്നതൻ്റെ ശക്തി ഇനി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. മനസ്സിലായോ? ഇങ്ങനെ ഇതിനോർത്ത് ദാഹിച്ച് സെമിനാരിൽ മുഴുവൻ നടന്നിട്ടുണ്ട് ഈ 12 വർഷം. എന്നിട്ട് വലിയ പരിശുദ്ധാത്മാഭിഷേകം തോന്നിയോ? ഇല്ല. മനസ്സിലായോ? പിന്നീട് എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം ഇനി പ്രകടമായി തുടങ്ങിയത്? ഡീക്കനായിരിക്കുമ്പോൾ ഈ പട്ടം കിട്ടുന്നതിന് ഒരു 5 മാസം മുമ്പാണ് ഈ ഒരു ശക്തമായ പ്രവർത്തനങ്ങൾ അച്ഛനിൽ ആരംഭിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ, എനിക്ക് അച്ഛനായി ഇന്നലെയൊക്കെ പ്രസംഗിച്ച ഒരു കാര്യമാണ്, എനിക്ക് അച്ഛനായി തീരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനാവണമെന്ന്. പക്ഷേ പിന്നീട് വലുതായപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛനാവണമെന്ന്. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ എൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചപ്പോഴാണ് ഈ ആത്മാവിൻ്റെ വരദാനങ്ങൾ എനിക്ക് കിട്ടിയത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും, തലകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഉപസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടാവും, പശ്ചാത്തപിക്കുന്നുണ്ടാവും, കുമ്പസാരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ കുറേ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? പശ്ചാത്തപിക്കണം, യേശുക്രിസ്തുവിനെ ഏകരക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കണം, യേശു ആയിരിക്കണം ഹൃദയത്തിൽ 1-ാം സ്ഥാനം. അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുള്ളൂ കേട്ടോ. 1-ാം പ്രമാണം ലംഘിക്കുന്നവർക്കൊന്നും പരിശുദ്ധാത്മാവ് കിട്ടില്ല. 3 ദാഹത്തോടെ പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, അയോഗ്യനെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതൊക്കെ ചെയ്താലും ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിനക്ക് കിട്ടണമെന്നില്ല. എന്തു ചെയ്തില്ലെങ്കിൽ? ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചില്ലെങ്കിൽ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ ഒരിക്കലും ആത്മാവ് നമ്മിൽ നിറയില്ല. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ അറിയാൻ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇഷ്ടം മാറ്റിവെക്കുക, ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക. നീ ഒരു ചാരണ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ആത്മാവ് വന്നു നിറയും. തൻ്റെ പ്രിയപ്പെട്ടവർ കിടന്നുറങ്ങുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. മനസ്സിലായോ? അതാണ് നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഈ മംഗളവാർത്ത അല്ലെ, ആ സംഭവം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നെ നിറവേറട്ടെ.
ഇത് പറഞ്ഞപ്പോഴാണ് ആര് വന്നത്? പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിൽ വന്നു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്, അങ്ങയുടെ ഹിതം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ഒരു ക്രിസ്മസ് അനുഭവം നമുക്ക് ലഭിക്കുക എന്ന് പറയുക. ക്രിസ്മസ് എപ്പോഴാണ്? ഇത് ചോദ്യം ഇതാണ്, എപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശുക്രിസ്തു വന്നത്, അല്ലെങ്കിൽ ഉണ്ണീശോ വന്നത്? അവൾ വചനത്തിന് സമർപ്പിച്ചപ്പോൾ, അവൾ കുത്തിയിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചപ്പോഴല്ല, അവളുടെ ഇഷ്ടം മാറ്റിവെച്ചു. എന്തായിരുന്നു അവളുടെ ഇഷ്ടം? വിവാഹ ജീവിതം, കുടുംബജീവിതം, കൂട്ടുകുടുംബമായിട്ട് ഔസപിതാവിൻ്റെ കൂടെ ജീവിക്കണം, ഇങ്ങനെ കുറേ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള പദ്ധതിയാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ മറ്റേ പദ്ധതി മാറ്റിവെച്ചിട്ട് ഈ പദ്ധതിയിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കുക. അല്ലാണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഒരു ജാഗരണ പ്രാർത്ഥന നടത്തി വലിയൊരു പ്രാർത്ഥനാ ജീവിതം നയിച്ചു കുറേ സംസാരിച്ചു, അതൊന്നും നമ്മൾ കാണുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക. അതായത് ഏറ്റവും ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യപാനോ തെറ്റായ ബന്ധങ്ങളോ രീതികളോ സ്വഭാവങ്ങളോ, നാവിൻ്റെ ദുരുപയോഗം, നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, വെറുപ്പ്, വിദ്വേഷം, പാപം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് അങ്ങോട്ട് ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്തോ, പിന്നെ നീ ഒരു പ്രാർത്ഥനയും ചെല്ലിനും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കും. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഈ സിസ്റ്റേഴ്സ് ഇത് പറഞ്ഞ് ഞാൻ ഈ ധ്യാനമൊക്കെ തുടങ്ങി. അതുപോലെ ധ്യാന പെരുമഴകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്രദർ അവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വരികയാണ്. പുതിയതായിട്ടാണ് ആ ബ്രദർ ജെറുസലേം ധ്യാനകേന്ദ്രത്തിലേക്ക് വരിക. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ബ്രദർ എനിക്കൊരു കൗൺസിലിംഗ് തരാൻ പറഞ്ഞു. അദ്ദേഹം അല്പസമയം എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ആദ്യത്തെ മെസ്സേജ് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മെസ്സേജ് പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാണ്, ആ മനുഷ്യന് ഞാൻ ആരാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും അറിയില്ല. ആ ഒരു സഹോദരന്, ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛന് കർത്താവ് അധികം താമസിക്കാതെ ഒരു കൂടാരം ഒരുക്കുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനധികം താമസിക്കാതെ കർത്താവ് ഒരു കൂടാരം ഒരുക്കുന്നുണ്ടെന്ന് പറയുകയാണ്. മനസ്സിലായോ? അതൊക്കെ സംഭവിക്കുകയാണ്. ഏൽറുഹ ധ്യാന കേന്ദ്രത്തിലൂടെയാണ് അതൊക്കെ നിറവേറുക. വീണ്ടും ഈ നേരത്തെ പറഞ്ഞ ആലിസ് എന്ന സഹോദരി ഒരു സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം തിരൂര് FCCക്കാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരുന്ന ആലിസ് എന്ന പേരുള്ള സഹോദരി ഓടി വന്നു. അത് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛന് കർത്താവ് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് സ്ഥലമാണ് ചേച്ചി ഒരുക്കണേ? ആ സഹോദരി പറഞ്ഞു, ധാരാളം മാവുള്ള സ്ഥലമാണ്, അതൊരു കുന്നിൻപുറമാണ്, ഒരു കുന്നാണ്, ധാരാളം മാവുള്ള സ്ഥലത്താണ് അച്ഛന് കർത്താവ് ഇനി സ്ഥലമാറ്റം തരാൻ പോകുന്നത്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ ഇവിടെ സംഭവിക്കും. ഇത് ധാരാളം മാവുള്ള സ്ഥലമാണ്, അത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കുന്നത്താണ് നമ്മൾ ഇരിക്കുക. വീണ്ടും കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ടൊരു ധ്യാനത്തിന് ഞാൻ പോവുകയാണ്. ഒത്തിരി പ്രവചനപരമുള്ളൊരു വൈദികൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നു. അച്ഛൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഏൽറുഹ എന്ന പേരുള്ള ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ. കുട്ടികൾക്ക് വേണ്ടിയിട്ടും യൂത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ധ്യാനമാണ്. ഇടവയിലും ഗ്രൂപ്പ് ധ്യാനം നടത്തുന്നുണ്ട്. ഇഷ്ടംപോലെ ധ്യാനം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പറയല്ല. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു, അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏൽറുഹ ധ്യാനം ഈ 2 വർഷത്തിനുള്ളിൽ അതിങ്ങനെയായി തീരും, അത് ഇത്ര വർഷത്തിനുള്ളിൽ അത് ഇങ്ങനെയായി തീരും, ഇത്ര വർഷത്തിനുള്ളിൽ അത് ലോകം മൊത്തം പരക്കും എന്ന് പറഞ്ഞു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ, ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. ജപമാലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നീട് കൊറോണ വന്നു. അത്ഭുതകരമായ രീതിയിൽ എനിക്ക് അവിടുന്ന് സ്ഥലമാറ്റം ഇങ്ങോട്ട് കിട്ടി. സ്ഥലമാറ്റം ഇല്ല എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ പ്രവചനം പോലെ എനിക്ക് അവിടുന്ന് സ്ഥലമാറ്റത്തോടെ ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടി. ഈ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആദ്യത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞില്ല, 2 സിസ്റ്റേഴ്സ്, അച്ഛൻ 3 ദിവസം അച്ഛൻ ആരോടും മിണ്ടാതെ ഈശോയുടെ മുമ്പിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടാത്ത വലിയൊരു അനുഗ്രഹം അച്ഛന് കർത്താവ് തരും എന്ന് പറഞ്ഞത് ഈ ധ്യാന സെൻ്ററാണ്. മനസ്സിലായോ? വീണ്ടും ആ ബ്രദറിനോട് പറഞ്ഞില്ലേ, അച്ഛന് കർത്താവ് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്, ഒരു കൂടാരം ഒരുക്കുന്നുണ്ട്, അതും ഈ ധ്യാന സെൻ്ററാണ്. ആ അലിസേച്ചി പറഞ്ഞില്ലേ, അച്ഛന് കർത്താവ് ഒരു ഉയർന്ന കുന്നിൻപുറം തരുന്നുണ്ട്, ധാരാളം മാവുള്ള സ്ഥലമാണ്, അവിടെ ആയിരിക്കും അച്ഛന് സ്വന്തമായിട്ട് കർത്താവ് ഒരു സ്ഥലം തരിക, അത് ഈ സ്ഥലം തന്നെയാണ്. മനസ്സിലായോ? ആ അച്ഛൻ പ്രവചനപരമുള്ള അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഏൽറുഹ ധ്യാനം ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ധ്യാനം ഉണ്ടല്ലോ, ഈ കൊച്ചുങ്ങളുടെ ധ്യാനം കർത്താവ് 2 വർഷത്തിനുള്ളിൽ ഒരു ധ്യാന സെൻ്ററാക്കി ഇതിനെ വളർത്തും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഒക്കെ സംഭവിക്കുകയാണ്, പ്രവചനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തെ വളർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ധ്യാന കേന്ദ്രമാണ്,
പരിശുദ്ധാത്മാവാണ് ഇതിനെ ഇതുവരെ നയിച്ചിട്ടുള്ളതും ഇനിയും നയിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാനിങ്ങനെ നിന്ന് അതുകൊണ്ടാണ് ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും ഓരോ മക്കൾക്ക് സാക്ഷ്യപത്രം കിട്ടിയിട്ടുള്ളവർക്കൊക്കെ ഇവിടെ അറിയാം. അത്രമാത്രം അനുഗ്രഹങ്ങൾ പേര് ചൊല്ലി വിളിച്ച് അത്രമാത്രം വരദാനങ്ങൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും വരദാനങ്ങളാണ്. ഇവിടെയുള്ള യൂത്ത് പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് പോലും ഇവിടെ ഇടവക്കാർ 30 വീട്ടുകാരുള്ളോ അതിൽ പല മക്കൾക്ക് പോലും വരദാനങ്ങളാണ്. ചില വീട്ടമ്മമാർക്ക് പോലും വരദാനങ്ങളാണ്. ഈ ചാപ്പലിലോ ഈ ഒരു പള്ളിയിലോ വന്നിരിക്കുന്നവർക്കൊക്കെ വരദാനങ്ങളാണ്, പ്രകടമായ രീതിയിൽ വരങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ്. ഞാനൊക്കെ എത്രയോ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു വരദാനങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് വരദാനങ്ങൾ കിട്ടുന്നു. ഈ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വരദാനം കിട്ടുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ പെട്ടെന്ന് വരങ്ങൾ തെളിയുന്നു. എത്ര പേര് ഇത് വരങ്ങൾ കിട്ടി സാധാരണക്കാർ എന്നോട് തന്നെ സന്ദേശം തരുന്നു. പേപ്പറിൽ എഴുതി അച്ഛനുള്ള സന്ദേശമാണ് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് തന്നു പോകുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജനങ്ങളെ കൊണ്ട് വേണമെങ്കിൽ സന്തോഷം എഴുതിപ്പിക്കും. അച്ഛനെ പറ്റിയുള്ള സന്ദേശം, ഈ സെൻറ്ററിനെ പറ്റിയുള്ള സന്ദേശം ചില മക്കൾക്ക് കർത്താവ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുക്കാൻ പറയുമ്പോൾ ചിലരൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടു തരും. അച്ഛാ ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു സന്ദേശമാണ്. കണ്ടോ, പ്രകടമായ വരദാന ഫലങ്ങൾ കർത്താവ് പരിശുദ്ധാത്മാവ് ഇവിടെ വർഷിക്കുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയും ഉറപ്പാണ്. അത് ദൈവം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തൊരു സ്ഥലം. ഈ ധ്യാന സെൻറ്ററിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ദൈവാനുഭവമാണ് അച്ഛൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് തരുന്ന എന്താ പറയുക നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചില പ്രചോദനങ്ങൾ അതേപടി അനുസരിക്കുക. ദൈവം എന്ത് പറയുന്നോ അതേപോലെ ചെയ്തോ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. അത്ഭുതകരമായൊരു ക്രൈസ്തവ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ വളർത്തും. പക്ഷേ ഇപ്പോൾ ഈ 70 പേരുടെ കൗൺസിലിംഗ് കഴിഞ്ഞെന്ന് ഓഫീസിൽ നിന്ന് തന്നെ അറിയിച്ചു. അച്ഛാ ഇന്ന് തന്നെ 70 പേരുടെ കൗൺസിലിംഗ് കഴിഞ്ഞു. കൗൺസിലിംഗ് പലർക്കും അനുഭവമായിട്ടുണ്ടാവും, ചിലർക്ക് അനുഭവമായിട്ടുണ്ടാവില്ല. എന്നൊരു 70 പേരുണ്ടെങ്കിൽ ഒരു 60 പേർക്കെങ്കിലും അനുഭവമായിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്ന സന്ദേശങ്ങൾ അതേ കൊച്ചു റേസൂർ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത്ഭുത ജപമാല കാണണം, അല്ലെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം, ക്ഷമ ചോദിക്കണം, കുറേ സന്ദേശങ്ങളും കുറേ ക്രമീകരണങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രവർത്തിച്ചാൽ ആ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, അച്ഛൻ 3 ദിവസം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കണം. ഞാൻ അന്നത് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിങ്ങനൊരു ധ്യാന സെൻറ്ററോ ധ്യാനോ ഇന്ന് ഞാൻ എൻ്റെ ജീവിതം എവിടെയാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കണ്ടോ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു മഹാസംഭവമായിരുന്നു. ആ 3 ദിവസം ആ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഈശോയുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനം എടുക്കുക. അതുകൊണ്ട് ആ 2 ഉദാഹരണം പറഞ്ഞത്, ആ പെൺകുട്ടി വേണമെങ്കിൽ പേര് പറയാം, അലീന എന്ന പെൺകുട്ടിയോട് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവ് പറയുക, അലീനയ്ക്ക് നല്ല ദൈവവിളിയുണ്ട്, പക്ഷെ അലീന ജന്മം ഉണ്ടെങ്കിൽ പോവില്ല. പിന്നെ എങ്ങനെ അവളുടെ ജീവിതം എവിടെ എത്തിച്ചേരും? അവൾ അതിലേക്ക് സമർപ്പിക്കാതെ ഒരിക്കലും അവളുടെ ജീവിതം ഒരു നല്ലൊരു സന്തോഷകരമായ ജീവിതമായി തീരില്ല. മനസ്സിലായോ? ആ ചെക്കനോട് തെറ്റായ ബന്ധം ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്താൽ ഉപേക്ഷിക്കില്ല. 4 ദിവസമായി ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ, ജന്മം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. പിന്നെ എങ്ങനെ അവൻ്റെ ജീവിതം പച്ച പിടിക്കും? അത് ഇനി അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ നമ്മുടെ പിടിവാശിയിൽ ഇരിക്കേണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുക, അത് നിറവേറ്റുക. ആത്മാവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് വചനത്തെ സമർപ്പിച്ചപ്പോൾ ആത്മാവ് വന്നതുപോലെ നമ്മളും പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തിന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മിൽ നിറയും. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങോട്ടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.